ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. May the name of the Lord be glorified. ഈ ശനിയാഴ്ച നമ്മൾക്ക് എല്ലാവർക്കും ഇങ്ങനെ കൂടി വരുവാൻ വലിയവനായ ദൈവം നമ്മളെ ഓരോരുത്തരെയും സഹായിച്ചു. ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. Our great God has enabled us to gather together in this manner on this Saturday, and I thank God for that. നമ്മൾ ഓർത്തതുപോലെ 2-3 പേർ എൻ്റെ നാമത്തിൽ കൂടി വരുന്നിടത്തൊക്കെയും അവരുടെ മധ്യത്തിൽ ഞാനുണ്ട് എന്ന് അരുളിച്ചെയ്തവനായ കർത്താവിൻ്റെ സാന്നിധ്യം നമ്മുടെ മധ്യത്തിൽ ഉള്ളതുകൊണ്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. As we just remembered, our Lord has promised that His presence is with anyone where 2 or 3 are gathered in His name, and I thank God for His promise. നമ്മൾ ശാന്തനച്ചായ നമ്മളോട് പറഞ്ഞു, എന്താ പറഞ്ഞത്? ദൈവത്തിൻ്റെ അടുക്കൽ വരുന്നവൻ ദൈവം ഉണ്ട് എന്നും തന്നെ അന്വേഷിക്കുന്നവർക്ക് പ്രതിഫലം കൊടുക്കുന്നവനാണ് എന്നും വിശ്വസിച്ചിരിക്കണം. We just heard from Shandan uncle the verse that says the one who comes to God must believe that He is, and that He is the rewarder of the one who diligently seeks Him. വേറൊരു അർത്ഥത്തിൽ പറയുകയാണെങ്കിൽ ദൈവത്തിന്റെ അടുക്കൽ വരുന്നവൻ ദൈവത്തെ അറിഞ്ഞിരിക്കണം. In other words, the one who comes to God must know God. നമ്മൾ ആ പാടിയ പാട്ടിനകത്തും അല്പകാലം മാത്രം ഈ ഭൂയിലെ വാസം, അതിനുശേഷം സ്വർപ്പൂരമാണ് എൻ്റെ ശാശ്വത നാടും അല്ലെ. We were also singing that song that says we are here only for a few days, and after that we have our heaven, the heaven to look forward to, which is our eternal home. ക്രിസ്തീയ ജീവിതം എത്രയോ പ്രത്യാശാപൂർണമായിട്ടുള്ള ഒരു ജീവിതമാണ്. Our Christian life is a life that is filled with hope. എന്തുകൊണ്ടാണ് ക്രിസ്തീയ ജീവിതം ഇത്രമാത്രം പ്രത്യാശ നിർഭരമായിട്ടുള്ള അതിനുള്ള കാരണം നമ്മൾ ദൈവത്തെ അറിയുന്നു എന്നുള്ളത് കൊണ്ട് തന്നെയാണ്. And the reason why our Christian life is a life that is filled with hope is because we know God. ഇന്നത്തെ വിഷയം അത് തന്നെയാണ്. ദൈവത്തെ നമ്മൾ അറിഞ്ഞിരിക്കുന്നു. ദൈവത്തെ നമ്മൾ അറിഞ്ഞിരിക്കുന്നുവെങ്കിൽ അതെങ്ങനെയാണ് അറിയുവാൻ സാധിക്കുന്നത് എന്ന് യോഹന്നാന്റെ 1-ാം ലേഖനം 2-ാം അധ്യായത്തെ ആസ്പദമാക്കി ചിന്തിക്കാം എന്നാണ് ഞാൻ കരുതുന്നത്. And that is my topic for the message today as well. The fact that we have known God, and if we have known God, then how can we know that? And I want to speak about that from 1 John chapter 2. യോഹന്നാന്റെ 1-ാം ലേഖനം 2-ാം അധ്യായം നമ്മൾ 3 മുതലുള്ള വാക്യങ്ങൾ നോക്കുകയാണെങ്കിൽ ദൈവത്തിൽ അല്ലെങ്കിൽ ദൈവത്തിൽ ആശ്രയം വെച്ചിരിക്കുന്ന ഒരാള് അയാളുടെ ജീവിതം അയാൾ ആശ്രയം വെച്ചിരിക്കുന്നതിനെ കുറിച്ചുള്ള കാര്യങ്ങളാണ് ആ അധ്യായത്തിൽ മുഴുവൻ പ്രതിപാദിച്ചിരിക്കുന്നത്. If you go to 1 John chapter 2 and starting at verse 3, we read of specific characteristics of a person who leans upon or trusts God as his own. നമ്മൾ നോക്കുകയാണെങ്കിൽ ആ 2-ാം അധ്യായത്തിന്റെ 3-ാം വാക്യത്തിൽ നമ്മൾ ഇങ്ങനെയാണ് കാണുന്നത്: അവന്റെ കൽപ്പനകളെ പ്രമാണിക്കുന്നുവെങ്കിൽ നാം അവനെ അറിഞ്ഞിരിക്കുന്നു എന്ന് അതിനാൽ അറിയുന്നു. This is how chapter 2 and verse 3 reads, now by this we know that we know him if we keep his commandments. ഒന്നാമത് അവന്റെ കൽപ്പനകളെ നാം പ്രമാണിക്കുന്നു എങ്കിൽ നാം അവനെ അറിയുന്നു. First of all, if we keep his commandments, then we know him. തുടർന്ന് നമ്മൾ താഴോട്ട് വായിച്ചു വരികയാണെങ്കിൽ അതിന്റെ 10-ാം വാക്യത്തില് സഹോദരനെ സ്നേഹിക്കുന്നവൻ വെളിച്ചത്തിൽ വസിക്കുന്നു, ഇടർച്ചയ്ക്ക് അവന് കാരണമില്ല. വേറൊരു അർത്ഥത്തിൽ പറഞ്ഞാൽ സഹോദരനെ സ്നേഹിക്കുന്നവൻ അവൻ ദൈവത്തെ അറിയുന്നു. As we read down and come down to verse 10, we read this: he who loves his brother abides in the light, and there is no cause for stumbling in him. In other words, the one who loves God, loves his brother, knows God. വീണ്ടും നമ്മൾ 12 മുതലുള്ള വാക്യങ്ങൾ നോക്കുകയാണെങ്കിൽ അവിടെ കുഞ്ഞുങ്ങളെ, പിതാക്കന്മാരെ, ബാല്യക്കാരെ തുടങ്ങി പറഞ്ഞ് അതിന്റെ 16-ാം വാക്യത്തിന്റെ 2-ാം ഭാഗത്തിൽ വരുന്നത്: ബാല്യക്കാരെ, നിങ്ങൾ ശക്തരാകിയാലും ദൈവവചനം നിങ്ങൾ വസിക്കാലും നിങ്ങൾ ദുഷ്ടനെ ജയിച്ചിരിക്കാലും ഞാൻ ഇത് നിങ്ങൾക്ക് എഴുതുന്നു എന്ന് പറയുന്നതിൽ നിന്ന് ആ ഒരു 12 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ ദൈവത്തെ അറിഞ്ഞിരിക്കുന്ന ഒരുവൻ അവന്റെ ജീവിതത്തിൽ ആത്മീയ വർധനവ് ഉണ്ടായിക്കൊണ്ടിരിക്കും എന്ന് നമുക്ക് അവിടെ കാണുവാൻ സാധിക്കും. In chapter 12 and following, chapter 12 through 14, we read verse 12.
verse 12 through 14, we read of a progression where specific instructions are given first to children, then to young men, and finally to the fathers. And in verse 14, in the second part, it says, I have written to you, young men, because you are strong, and the word of God abides in you, and you have overcome the wicked one. And that becomes our condition or our proof that we have known God. വീണ്ടും അതിന്റെ 15 മുതൽ 17 വരെയുള്ള വാക്യങ്ങൾ നാം നോക്കുകയാണെങ്കിൽ ഒരുവൻ ദൈവത്തെ അറിഞ്ഞിരിക്കുന്നു എങ്കിൽ അവൻ ലോകത്തെ സ്നേഹിക്കരുത്. ഒരുവൻ ലോകത്തെ സ്നേഹിക്കുന്നു എങ്കിൽ അവനിൽ പിതാവിന്റെ സ്നേഹം ഇല്ല എന്ന് കാണുവാൻ സാധിക്കും. And the next section, verse 15 through verse 17, instructs us that we should not love the world, and if the love of the world is in us, then the love of the Father is not in us. 18 മുതൽ 23 വരെയുള്ള വാക്യങ്ങൾ നാം വായിക്കുകയാണെങ്കിൽ ദൈവത്തെ നമ്മൾ അറിഞ്ഞിരിക്കുന്നുവെങ്കിൽ ദുരുപദേശത്തിൽ നിന്ന് നമ്മൾ മാറുകയും സത്യ ഉപദേശത്തെ പിടിച്ചുകൊള്ളുകയും വേണം എന്ന് നമുക്ക് അവിടുന്ന് അറിയുവാൻ പറ്റുന്നുണ്ട്. Also, verses 18 to 23, which is the next section, that instructs us that if we truly know God, then we should not hold on to false doctrine, and we should follow the right teaching of the word. 24 മുതൽ 27 വരെയുള്ള വാക്യങ്ങൾ നോക്കുകയാണെങ്കിൽ നിങ്ങൾ ആദ്യം കേട്ട സുവിശേഷം, ആ സുവിശേഷത്തോട് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടായിരിക്കണം, നിങ്ങൾ ദൈവത്തെ അറിയുന്നവരാണെങ്കിൽ എന്ന് നമുക്ക് അറിയുവാൻ കഴിയുന്നുണ്ട്. And the next section, verses 24 through 27, reminds us that we should hold on to the gospel that we heard from the beginning. വീണ്ടും 28-29 വാക്യങ്ങൾ നാം നോക്കുകയാണെങ്കിൽ ദൈവത്തെ അറിയുന്നവർ അല്ലെങ്കിൽ ദൈവത്തെ അറിഞ്ഞിരിക്കുന്നവർ അവർ കർത്താവിൽ വസിക്കുന്നവരാണ് എന്ന് കാണുവാൻ കഴിയുന്നു. And finally, verses 28 and 29 reminds us that if we know God, then we will abide in him. അപ്പോൾ നമുക്ക് ഈ യോഹന്നാന്റെ ലേഖനത്തിൽ മാത്രം നിന്നുകൊണ്ട് ഈ 7 പോയിന്റുകളെ കുറിച്ച് അല്പം ചിന്തിക്കാമെന്ന് മാത്രമാണ് ഞാൻ കരുതുന്നത്. So standing within the confines of 1 John, I want to consider these 7 points as we just communicated. പ്രിയമുള്ളവരെ, നമ്മൾ എല്ലാവരും ദൈവത്തെ അറിഞ്ഞിരിക്കുന്നവരാണ്. Beloved, we all know God and we have known God. പിന്നെ എന്തുകൊണ്ടാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളെ നമ്മൾ ഒന്നുകൂടെ അനലൈസ് ചെയ്യുന്നത് എന്ന് ചോദിച്ചാൽ, ദൈവത്തെ നമ്മൾ അറിഞ്ഞിരിക്കുന്നു എന്നുള്ള കാര്യത്തിന്റെ അടിസ്ഥാനത്തിൽ ഇവിടെ യോഹന്നാന്റെ കണ്ണാടിയിൽ കൂടി നാം നോക്കുമ്പോൾ നമ്മൾ എങ്ങനെ ഇരിക്കുന്നു എന്ന് നമ്മൾക്കൊന്ന് നമ്മുടെ ജീവിതത്തെ പരിശോധിക്കുവാനായിട്ട് കഴിയും. But the reason we are evaluating these things again is because as we look through the lens of or the eyes of John, we want to self-evaluate how our life is. അപ്പോൾ ദൈവത്തെ അറിഞ്ഞിരിക്കുന്നു എന്ന് എങ്ങനെയാണ് അറിയുവാൻ സാധിക്കുന്നത്? How can we know that we know God? ഒന്നാമത് അവന്റെ കൽപ്പനകളെ നാം പ്രമാണിക്കുന്നുവെങ്കിൽ നാം ദൈവത്തെ അറിഞ്ഞിരിക്കുന്നു എന്ന് നമുക്കറിയാം. First of all, if we keep his commandments, then we know that we know God. നമ്മുടെ കൂട്ടുകാരനെ നമ്മൾ സ്നേഹിക്കുന്നുവെങ്കിൽ ദൈവത്തെ അറിഞ്ഞിരിക്കുന്നു എന്ന് നമുക്കറിയാം. If we love our brother, then we know that we know God. ദൈവത്തെ നമ്മൾ അറിഞ്ഞിരിക്കുന്നവരാണ് എങ്കിൽ നമ്മൾക്ക് ആത്മീയമായിട്ടുള്ള വർധനവ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കും. And if we are those who know God, then we know that we will have a spiritual maturity or spiritual progression. നമ്മൾ ദൈവത്തെ അറിഞ്ഞിരിക്കുന്നവരാണ് എങ്കിൽ ഈ ലോകവുമായിട്ട് നമ്മൾ ഇടപെടുകയില്ല, ലോകത്തിൽ നമ്മൾ മാറി നിൽക്കും. And if we are those who have known God, then we will be separated from the world. ദൈവത്തെ നമ്മൾ അറിഞ്ഞിരിക്കുന്നവരാണ് എങ്കിൽ ദുരുപദേശത്തിൽ നമ്മൾ മാറി സത്യ ഉപദേശത്തെ പിൻപറ്റുന്നവരായിരിക്കും നമ്മൾ. And if we are those who know God, then we will hold on to the right teachings and draw away from false doctrines. ദൈവത്തെ അറിഞ്ഞിരിക്കുന്നവരാണ് എങ്കിൽ സുവിശേഷത്തിന് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പ്രാധാന്യം കൊടുക്കും. And if we are those who know God, then we will give importance to the gospel of God. ഏഴാമതായിട്ട് ദൈവത്തിൽ വിശ്വസിക്കുന്നവരാണ് എങ്കിൽ നാം ക്രിസ്തുവിൽ വസിക്കുന്നവർ, we will be abiding in Christ. And finally, if we are those who know God, then we will abide in Christ. ബൈബിൾ ക്ലാസ് എന്നുള്ള നിലയിൽ അതേ നിലയിൽ നമുക്ക് മുന്നോട്ട് പോകാം എന്നാണ് ഞാൻ കരുതുന്നത്. So we will continue in this manner, keeping with the format of a Bible study. അപ്പോൾ ആദ്യമായിട്ട് 3 മുതൽ 6 വരെയുള്ള വാക്യങ്ങൾ നമുക്ക് വായിക്കാം. So let's read verses 3 to 6 primarily. അവന്റെ കൽപ്പനകളെ പ്രമാണിക്കുന്നുവെങ്കിൽ നാം അവനെ അറിഞ്ഞിരിക്കുന്നു എന്ന് അതിനാൽ അറിയുന്നു. അവനെ അറിഞ്ഞിരിക്കുന്നു എന്ന് പറയുകയും അവന്റെ കൽപ്പനകളെ പ്രമാണിക്കാതിരിക്കുകയും ചെയ്യുന്നവൻ കള്ളനാകുന്നു, സത്യം അവനിൽ ഇല്ല. എന്നാൽ ആരെങ്കിലും അവന്റെ വചനം പ്രമാണിക്കുന്നു എങ്കിൽ അവനിൽ ദൈവസ്നേഹം വാസ്തവമായി തികഞ്ഞിരിക്കുന്നു. നാം അവനിൽ വസിക്കുന്നു എന്ന് പറയുന്നവൻ അവൻ നടന്നതുപോലെ നടക്കേണ്ടതാകുന്നു. Now, by this we know that we know him if we keep his commandments. He who says, I know him, and does not keep his commandments is a liar,
and the truth is not in him. But whoever keeps his word, truly the love of God is perfected in him. By this we know that we are in him. He who says he abides in him ought himself also walk just as he walked. അപ്പൊ ആദ്യമായിട്ട് ദൈവത്തെ അറിഞ്ഞിരിക്കുക. നമ്മളെല്ലാം ദൈവത്തെ അറിഞ്ഞിരിക്കുന്നവരാണ്. ശരിക്കും ദൈവത്തെ അറിഞ്ഞിരിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? First of all, we'll consider the fact that we have known God. What does it mean to know God? എല്ലാവരും പറയും ദൈവത്തെ അറിഞ്ഞിരിക്കുക എന്ന് പറഞ്ഞാൽ യേശു ക്രിസ്തുവിനെ അറിഞ്ഞിരിക്കുക. സത്യമാണ്. Everyone will say when we say know God, that means we should know about Christ, and that's true. വേറൊരു അർത്ഥത്തിൽ പറഞ്ഞാൽ ഈ ഭൂമിയിൽ ജനിച്ചു വീഴുന്ന മനുഷ്യൻ അവൻ ഒരിക്കലും ദൈവത്തെ കണ്ടെത്തുവാനായിട്ട് അവന്റെ സ്വന്തം ബുദ്ധിയിൽ കഴിയുകയില്ല. In other words, if we consider a man who is born into this world, in his own volition, he cannot know God. കാരണം അവൻ ഈ ഭൗമിക ലോകത്തിൽ ജീവിക്കുന്നവനാണ്, ദൈവം ആത്മീയ ലോകത്തിലുള്ളവനാണ്. Because he lives in this world, and he cannot understand God who lives in a spiritual world. എന്നാൽ വലിയവനായിട്ടുള്ള നമ്മുടെ ദൈവം ഈ മനുഷ്യനെ ഇത്രമാത്രം സ്നേഹിച്ചത് മുഖാന്തരം അവൻ തന്റെ ഏകജാതനായ പുത്രനെ ഭൂമിയിലേക്ക് അയക്കുകയാണ്. But because our great God loved man so much, he sends his son to this world. യേശു ക്രിസ്തു അങ്ങനെ ഭൂമിയിൽ വരികയാണ്. And that's how the Lord Jesus Christ comes to this ആ world. കർത്താവ് ഈ ഭൂമിയിൽ അല്ലെങ്കിൽ യേശു ക്രിസ്തു ഈ ഭൂമിയിൽ വന്ന് ഒരു മനുഷ്യനായിട്ട് ഈ ഭൂമിയിൽ പാപമില്ലാത്ത ഒരു ജീവിതം മനുഷ്യരുടെ കൂട്ടത്തിൽ ജീവിച്ച് കാണിച്ച് താന് തിരുവെഴുത്തുകളിൻ പ്രകാരം 3-ാം ദിവസം മരിച്ച് അടക്കപ്പെട്ട് 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റ് താൻ സ്വർഗത്തിലേക്ക് കരേറിപ്പോയ കാര്യങ്ങളൊക്കെ നമുക്കറിയാം. So in that, thus our Lord Jesus Christ comes down to this world. He lives a sinless life, and according to scriptures, he died and he was buried and he rose again. We know those things. നമ്മുടെ കർത്താവ് പറഞ്ഞു, പിതാവായ ദൈവത്തെ കർത്താവ് വെളിപ്പെടുത്തിയിരിക്കുകയാണ്, അല്ലെങ്കിൽ യേശു ക്രിസ്തു വെളിപ്പെടുത്തിയിരിക്കുകയാണ്. We understand that the Lord Jesus Christ has revealed the Father who is in heaven. അപ്പോൾ ദൈവത്തെ നമ്മൾ അറിഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ദൈവത്തെ വെളിപ്പെടുത്തിയ കർത്താവിനെ അല്ലെങ്കിൽ യേശു ക്രിസ്തുവിനെ നമ്മൾ അറിയുന്നു എന്നാണ് അതിന്റെ അർത്ഥം. So when we say we know God, that means that we know Christ who has revealed God to us. അപ്പോൾ കർത്താവായ യേശു ക്രിസ്തുവിനെ നമ്മൾ എങ്ങനെയാണ് അറിയുന്നത്? How do we know the Lord Jesus Christ? അങ്ങനെ അറിയുന്നുവെങ്കിൽ ഇവിടെ പറയുകയാണ്, അവന്റെ കൽപ്പനകളെ പ്രമാണിക്കണം. അവന്റെ കൽപ്പന എന്താണ് എന്ന് നമ്മൾ നോക്കണം. And then it says here, the way we know Christ is to keep his commandments. Then we need to go back and see what his commandments are. 1 യോഹന്നാൻ 3-ാം അധ്യായത്തിന്റെ 23-ാം വാക്യത്തിൽ അവന്റെ കൽപ്പനയോ എന്ന് പറഞ്ഞ് അവന്റെ കൽപ്പനയെ കുറിച്ച് നമ്മളോട് പറയുന്നുണ്ട്. In 1 John chapter 3 verse 23, we read, and this is his commandment, and we keep and we see a number of things there. അവന്റെ പുത്രനായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ നാം വിശ്വസിക്കുകയും അവൻ നമുക്ക് കൽപ്പന തന്ന പോലെ അന്യോന്യം സ്നേഹിക്കുകയും വേണം എന്നുള്ളത് തന്നെ. That we should believe on the name of his son Jesus Christ and love one another as he gave us commandments. അപ്പോൾ നമ്മൾ ഈ കൽപ്പന അനുസരിക്കണം എന്ന് പറഞ്ഞാൽ കർത്താവായ യേശു ക്രിസ്തുവിൽ നാം വിശ്വസിക്കണം. So to keep his commandment is this, that we believe in the name of the Lord Jesus Christ. കർത്താവായ യേശു ക്രിസ്തു ഈ ഭൂമിയിൽ വന്നു. The Lord Jesus Christ came into this world. പാപരഹിതമായ ഒരു ജീവിതം താൻ ജീവിച്ചു. He lived a sinless life. മനുഷ്യൻ പാപിയാണ്. Man is a sinner. പാപിയായ മനുഷ്യൻ ദൈവത്തിന്റെ ന്യായവിധിക്ക് കീഴിലാണ്. And this man who is a sinner is under the judgment of God. ദൈവത്തിന് മനുഷ്യനെ വിധിച്ചേ പറ്റുകയുള്ളൂ. കാരണം ദൈവത്തിന്റെ നീതി അതാണ്, പാപി ശിക്ഷിക്കപ്പെടണം. And God, in all his justice, he must punish or judge man. എന്നാൽ ദൈവത്തിന് മനുഷ്യനോടുള്ള സ്നേഹം, ദൈവത്തിന് ന്യായവിധി മനുഷ്യനെ നടത്തുവാനായിട്ട് അത് അനുവദിക്കുന്നില്ല. But the great love of God, it doesn't allow him to judge man in that manner. ആ ദൈവത്തിന്റെ സ്നേഹം കാരണം ദൈവം എന്തെടുത്തു? തന്റെ ഏകജാതനായ പുത്രനിൽ മനുഷ്യവർഗത്തിന്റെ പാപമെല്ലാം ചുമത്തി അവനെ പാപമാക്കി മനുഷ്യന് പകരമായിട്ട് അവനെ ദൈവം ന്യായം വിധിച്ചു എന്ന് നമുക്ക് അറിയുവാൻ കഴിയുന്നുണ്ട്. And as a demonstration of his love, what the Father does is to impute all the judgment upon his Son, the Lord Jesus Christ, and he dies for us. അങ്ങനെ ദൈവത്തിന്റെ ആ സ്നേഹവും ദൈവത്തിന്റെ ആ നീതിയും ഏറ്റുമുട്ടിയത് കാൽവറിയിലെ ക്രൂശിലാണ്. So what we see is that the justice of God and the love of God meet on the cross of Calvary. ആ കാൽവറിയിലെ ക്രൂശിൽ മരിച്ച കർത്താവ് നമ്മുടെ ഓരോരുത്തരുടെയും പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടിയാണ് എന്ന് നാം വിശ്വസിക്കുകയും
അവനെ നമ്മൾ വാഗൊണ്ട് ഏറ്റുപറയുകയും അവനെ മരിച്ചവരിൽ നിന്ന് പിതാവായ ദൈവം ഉയർപ്പിച്ചു എന്ന് വിശ്വസിക്കുകയും ചെയ്യുമ്പോൾ നമ്മൾ പുതിയൊരു മനുഷ്യനായി രക്ഷയുടെ അനുഭവത്തിലേക്ക് കടന്നു വരികയാണ്. And we must believe in the Lord Jesus Christ, who died in that manner by confessing him with our mouth, and believe that the Lord that God has raised him from the dead, and when we do that we will be saved. അപ്പൊ ദൈവത്തെ അറിയുക എന്ന് പറഞ്ഞാൽ യേശുക്രിസ്തുവിനെ അറിയുക അല്ലെങ്കിൽ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുക എന്നാണ് നമുക്ക് ഇവിടെ അറിയുവാനായിട്ട് So സാധിക്കുന്നത്. when we say we know God, what that means is that we should believe in the Lord Jesus Christ. അപ്പൊ ഇവിടെ പറയുന്നത് അവന്റെ കൽപ്പനകളെ പ്രമാണിക്കുന്നുവെങ്കിൽ നാം അവനെ അറിഞ്ഞിരിക്കുന്നു. So we read in chapter 2 and verse 3, if we keep his commandments, then we know that we know him. അപ്പൊ പ്രിയമുള്ളവരെ, അവന്റെ കൽപ്പന നമ്മൾ പ്രമാണിക്കുന്നവരാണ്, നാം അവനെ അറിയുന്നവരാണ്. 100% സത്യം. So it is true that we are those who believe in him and we are those who know him. തുടർന്ന് നമ്മൾ താഴോട്ട് വായിക്കുമ്പോൾ അവിടെ 3 തരത്തിലുള്ള ചിന്താഗതിയെ യോഹന്നാൻ പറയുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും. And in the following verses, there are 3 lines of thought that John brings to our attention. നമുക്ക് അതിന്റെ 4-ാമത്തെ വാക്യം, അവനെ അറിഞ്ഞിരിക്കുന്നു എന്ന് പറയുകയും അവന്റെ കൽപ്പനകളെ പ്രമാണിക്കാതെ ഇരിക്കുകയും ചെയ്യുന്നവൻ അവൻ കള്ളനാവുന്നു, സത്യം അവനിലില്ല. Verse 4, he who says I know him and does not keep his commandment is a liar, and the truth is not in him. വേറൊരു വശത്തിൽ പറഞ്ഞ ആദ്യത്തെ ചിന്താഗതി അല്ലെങ്കിൽ ഒരു തരത്തിലുള്ള മനുഷ്യൻ, ആ മനുഷ്യൻ പറയണോ ഞാൻ ഈ ദൈവത്തെ അറിയുന്നവനാണ് എന്ന് പറഞ്ഞിട്ട് ഈ ദൈവവുമായിട്ട് യാതൊരു ബന്ധവും ഇല്ലാത്തവനാണെങ്കിൽ, അതായത് ഞാവനെ അറിഞ്ഞിരിക്കുന്നു എന്ന് പറയുകയും അവന്റെ കൽപ്പനയെ പ്രമാണിക്കാതെ കർത്താവിനെ വിശ്വസിക്കാതെ ഇരിക്കുകയും ചെയ്യുന്നവനാണെങ്കിൽ വേദപുസ്തകം പറയുകയാണ് അവൻ കള്ളനാണ്, സത്യം അവനിലില്ല. In other words, if we have a man who says that he knows God, but on the other hand he does not keep any of the commandments given by the Lord, then the word of God says that that man is a liar and the truth is not in him. രണ്ടാമത്തെ ഒരു ചിന്താഗതി അടുത്ത വാക്യത്തിൽ നമുക്ക് വായിക്കുവാനായിട്ട് സാധിക്കുന്നുണ്ട്. Secondly, it says in the next verse, എന്നാൽ ആരെങ്കിലും അവന്റെ വചനം പ്രമാണിക്കുന്നു എങ്കിൽ അവനിൽ ദൈവസ്നേഹം വാസ്തവമായി തികഞ്ഞിരിക്കുന്നു. but whoever keeps his word, truly the love of God is perfected in him. ആ ഒരു മനുഷ്യനെ നമുക്ക് വേണമെങ്കിൽ ഒബീഡിയന്റ് മാൻ എന്ന് പറയുവാനായിട്ട് കഴിയും. We can call that man an obedient man. കാരണം എന്താ, ദൈവത്തിന്റെ കൽപ്പന അവൻ അനുസരിക്കുന്നവനാണ്. Why? Because he keeps the commandments of God. കർത്താവായ യേശുക്രിസ്തുവിനെ അവൻ സ്വന്തം രക്ഷിതാവും കർത്താവുമായിട്ട് ഏറ്റുപറഞ്ഞവനാണ്. He has confessed the Lord Jesus Christ as his Lord and Savior. കർത്താവായ യേശുക്രിസ്തുവുമായിട്ട് നിരന്തരമായിട്ടുള്ള ഒരു ബന്ധം അവനുണ്ട്. He has a continual relationship with the Lord ആ Jesus ബന്ധം സ്നേഹത്തിലേക്ക് പോയി കർത്താവുമായിട്ടുള്ള അത്യഗാധമായ സ്നേഹത്തിലേക്ക് അത് പരിണമിക്കുകയാണ്. And that relationship then evolves into an intimate love for the Lord. അപ്പൊ കർത്താവിനോടുള്ള ആ ബലമായിട്ടുള്ള ആ ഒരു സ്നേഹം, ആ സ്നേഹത്തെ ഇവിടെ എന്താണ് പറയുന്നത്? അവിടെ ആ ദൈവസ്നേഹം വാസ്തവമായി അവനിൽ ദൈവസ്നേഹം വാസ്തവമായി തികഞ്ഞിരിക്കുന്നു എന്നാണ് പറയുന്നത്. And that love is described here by saying that love of God is perfected in him. അപ്പൊ ഈ ഒബീഡിയൻ മാൻ അല്ലെങ്കിൽ ഈ അനുസരിക്കുന്ന മനുഷ്യനില് അവനിൽ ഈ ദൈവത്തിന്റെ സ്നേഹം വാസ്തവമായി തികഞ്ഞിരിക്കുന്നു എന്നാണ് യോഹന്നാൻ ഇവിടെ പറയുന്നത്. So in an obedient man's life, the love of God is perfected in him. അപ്പൊ അടുത്തത് എന്താ പറയുന്നതെന്ന് അറിയാമോ? What does it say in the next verse? അവനിൽ നാം അവനിൽ ഇരിക്കുന്നു എന്ന് ഇതിനാൽ നമുക്കറിയാം. And by this we know that we are in him. അപ്പൊ ദൈവത്തിന്റെ കൽപ്പന അനുസരിച്ച് ദൈവത്തോട് കൂടിയുള്ള അല്ലെങ്കിൽ യേശുക്രിസ്തുവിനോട് കൂടിയുള്ള സഹവാസത്തിൽ നമ്മൾ മുന്നോട്ട് പോയി ആ സ്നേഹത്തിൽ നമ്മൾ പരിപൂർണരായി തികഞ്ഞവരായി അങ്ങനെയുള്ളവരെ പറയുന്നതാണ് എന്താണ്? അവനിൽ ഇരിക്കുന്നവർ. So those who have believed the Lord Jesus Christ and keep a relationship with him, and in whom the love of God is perfected, those people are described as those who are in him. എന്നാൽ അപ്പോസ്തലനായ യോഹന്നാൻ അവിടെ നിർത്തുന്നില്ല. But John the Apostle doesn't stop there. അടുത്തൊരു വാക്യം നോക്കിയേ, 6-ാമത്തെ വാക്യം, അവനിൽ വസിക്കുന്നു എന്ന് പറയുന്നവൻ അവൻ നടന്നതുപോലെ നടക്കേണ്ടതാകുന്നു. Verse 6 says, he who says he abides in him ought himself also to walk just as he walked. സാധാരണഗതിയിൽ ഒരു ഒബീഡിയൻ മാൻ നമ്മളെല്ലാം അത്രേ ആഗ്രഹിക്കുന്നുള്ളൂ. ഐ ഷുഡ് ബി ഒബീഡിയന്റ് ടു ദ വേർഡ് ഓഫ് ഗോഡ്. എന്നാൽ ഇവിടെ യോഹന്നാൻ ഒരു സ്റ്റെപ്പും കൂടെ മുന്നോട്ട് പോയിട്ട് താൻ പറയുകയാണ്, അവനിൽ ഇരിക്കുന്നവനാണെങ്കിൽ എന്നെ എടുക്കണം, അവൻ നടന്നതുപോലെ
നടക്കേണ്ടതാകുന്നു. Usually we all aspire to be an obedient man, that we should all keep his commandments. But John raises the bar higher and he says, if we abide in him, then we should walk as the Lord walked. നമ്മുടെ കർത്താവ് നടന്നതുപോലെ നടക്കുന്ന ആ മനുഷ്യനെ നമുക്ക് റെസ്പോൺസിബിൾ മാൻ എന്ന് പറയുവാനായിട്ട് സാധിക്കും. And we can call that man, the man who walks as the Lord Jesus walked in this world, a responsible man. പ്രിയമുള്ളവരെ, നാം എല്ലാം റെസ്പോൺസിബിൾ പീപ്പിൾ ആയിരിക്കുവാനായിട്ടാണ് ദൈവം ആഗ്രഹിക്കുന്നത്. Beloved, the desire of God is for each one of us to be responsible people. നമ്മുടെ കർത്താവ് ഈ ഭൂമിയിൽ ജീവിച്ച് നമ്മളെ കാണിച്ചു. Our Lord Jesus Christ demonstrated a perfect life by living in this world. അവനെ കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും വായിച്ച് പഠിച്ച് മനസ്സിലാക്കുവാനായിട്ട്, അവനോട് ചേർന്ന് നടക്കുവാനായിട്ടുള്ള കാര്യങ്ങളെല്ലാം ദൈവം തന്റെ വചനത്തിൽ കൂടി നമുക്ക് നൽകി തന്നു. And God has given us his word in which all these things are recorded that we can read and we can understand. ഇന്ന് താൻ പറയാണ്, you should not only be an obedient man. I know when you are obedient, you are perfected in love. But that is not enough. That means you are only residing or living in God. But it is not enough. You have to come out and you have to walk as the Lord walked. അപ്പം ഒന്നാമത്തെ കാര്യം അതാണ്. ഇതൊരു ചലഞ്ചായിട്ട് നമ്മൾ എടുക്കണം. നമ്മുടെ ജീവിതം കർത്താവിനെ ഞാൻ അറിഞ്ഞിരിക്കുന്നു എങ്കിൽ എൻ്റെ ജീവിതം ഐ ഷുഡ് നോട്ട് ഓൺലി ബി എൻ ഒബീഡിയന്റ് മാൻ, എനിക്ക് റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഒരു മനുഷ്യനായിട്ട് എനിക്ക് ജീവിക്കണം. ഈ ഒരു ആഗ്രഹത്തോടു കൂടി നമുക്ക് മുന്നോട്ട് ജീവിക്കുവാനായിട്ട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കട്ടെ. And that is the first point, and we can take it as a challenge in each one of our lives, that we should not just be obedient people, but really aspire to walk as the Lord walked, and may that be a characteristic of each one of our lives. 7 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ നമുക്ക് വായിച്ചാൽ, 11 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ വായിച്ചാൽ, and now if we go through verses 7 through 11, പ്രിയമുള്ളവരെ, പുതിയൊരു കൽപ്പനയല്ല, ആദ്യം മുതൽ നിങ്ങൾക്കുള്ള പഴയ കൽപ്പനയത്രേ ഞാൻ നിങ്ങൾക്ക് എഴുതുന്നത്. ആ പഴയ കൽപ്പന നിങ്ങൾ കേട്ട വചനം തന്നെ. Brethren, I write no new commandment to you, but an old commandment which you have had from the beginning. The old commandment is the word which you heard from the beginning. ഇവിടെ അപ്പോസ്തലനായ യോഹന്നാൻ പറയുന്നത്, ഞാൻ പുതിയൊരു കൽപ്പനയെ നിങ്ങൾക്ക് എഴുതുന്നില്ല, പുതിയ ഒരു കൽപ്പനയും ഞങ്ങൾ നിനക്ക് തരുന്നില്ല, ആദ്യം മുതലേ നിങ്ങൾ കേട്ട കൽപ്പന തന്നെയാണ് എനിക്കിപ്പോൾ പറയുവാനായിട്ടുള്ളത്. So John the apostle says, beloved, I am not giving you a new commandment, but the commandment I give to you is the same that you have heard from the beginning. എന്താണ് നമ്മൾ ആദ്യം മുതൽ കേട്ട കമാൻഡ്മെന്റ് ഈ സഹോദര സ്നേഹത്തോടുള്ള ബന്ധത്തിൽ? What have we heard concerning the brotherly love from the beginning? അവിടെ നമ്മൾ കേട്ടത് ലേവ്യ പുസ്തകം 19 അധ്യായത്തിന്റെ 18 വാക്യമാണ്. And what we hear is what we read in Leviticus chapter 19 and verse 18. അവിടെ വായിക്കുന്നത്, കൂട്ടുകാരനെ നിന്നെ പോലെ തന്നെ സ്നേഹിക്കണം. And that what we read there is that we should love our neighbor, or let's see, Leviticus 19 and verse 18 and verse 18. അതിന്റെ രണ്ടാമത്തെ ഭാഗം, You shall love your neighbor as yourself. നിന്റെ അയൽക്കാരനെ അല്ലെങ്കിൽ കൂട്ടുകാരനെ നിന്നെ പോലെ തന്നെ സ്നേഹിക്കണം. You should love your neighbor or your friend as yourself. പിന്നെ ആ വാക്യം നമുക്ക് താഴോട്ട് വായിക്കാം. ആ പഴയ കൽപ്പന നിങ്ങൾ കേട്ട വചനം തന്നെ. 8ാമത്തെ വാക്യം, എന്നാൽ പുതിയൊരു കൽപ്പന ഞാൻ നിങ്ങൾക്ക് എഴുതുന്നു എന്ന് പറയാം, അത് അവനിലും നിങ്ങളിലും സത്യമായിരിക്കുന്നു. Verse 8 of John, 1 John chapter 2 says, again, a new commandment I write to you, which thing is true in him and in you, because the darkness is passing away. ഏതാണ് കർത്താവിലും നമ്മളിലും സത്യമായി തീർന്ന ആ പഴയ ആ കൽപ്പന, അല്ലെങ്കിൽ പുതിയതായിട്ട് കൊടുക്കുന്ന ഒരു കൽപ്പന? So which is that new commandment which is true in both the Lord Jesus Christ and in us? കാരണം 8ാം വാക്യത്തിൽ വായിക്കുകയാണ്, പുതിയൊരു കൽപ്പന ഞാൻ നിങ്ങൾക്ക് എഴുതുന്നു എന്നും പറയാം. Because it says, a new commandment I write to you. കാരണം എന്താണ്? ഇവിടെ നമ്മളോട് പഴയ നിയമത്തിൽ നമ്മൾ കേട്ടത്, കൂട്ടുകാരനെ അല്ലെങ്കിൽ നെയ്ബറിനെ നീ അയൽക്കാരനെ നിന്നെ പോലെ തന്നെ സ്നേഹിക്കണമെന്നാണ് പറഞ്ഞത്. എന്നാൽ നമ്മുടെ കർത്താവ് ഈ ഭൂമിയിൽ വന്ന് കാണിച്ച ആ ഒരു സ്നേഹം, സഹോദരനോടുള്ള സ്നേഹം, തികച്ചും വിഭിന്നമായ സ്നേഹമായിരുന്നു. Because what we read from the Old Testament as the commandment was to love your neighbor or love your friend as yourself, but the love that the Lord Jesus Christ showed when he was in this world was even a higher standard of. 8ാം വാക്യത്തിൽ വായിക്കും, ഇരുട്ട് നീങ്ങിപ്പോകുന്നു, സത്യവെളിച്ചം ഇതാ പ്രകാശിക്കുന്നു. It says in verse 8, because the darkness is passing away and the true light is already shining. അതെ, the true light, നമ്മുടെ കർത്താവ് ഈ ഭൂമിയിൽ ജീവിച്ച ആ സമയം താൻ ഇടപെട്ട ഇടപെടലുകൾ,
the interactions that our Lord Jesus Christ had when he was in this world. ശത്രുവിനെ സ്നേഹിക്കുവാൻ പഠിപ്പിച്ച ദൈവത്തിന്റെ സ്നേഹം, The love of God that taught us to love even our enemies. ശത്രുക്കൾക്ക് വേണ്ടി മരിച്ച ആ സ്നേഹം, The love that caused him to die for his enemies. വേറൊരു അർത്ഥത്തിൽ പറഞ്ഞാൽ നമ്മൾ പറയുന്നുള്ളത് അഗാപ്പേ ലവ്, യാതൊരു പ്രതിഫലേച്ഛയും നോക്കാതെ മനുഷ്യന്റെ നന്മയ്ക്ക് വേണ്ടി മനുഷ്യനെ സ്നേഹിക്കുന്ന ദൈവം. In other words, the agape love, the love that expects nothing in return but for the sake of loving, he just loves. അങ്ങനത്തെ ഒരു സ്നേഹമാണ് നമ്മുടെ കർത്താവ് ഇവിടെ വന്ന് നമ്മൾക്ക് കാട്ടിത്തന്നത്. And it is that love that he showed to us when he was in this world. 9-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ ആദ്യം പറഞ്ഞതുപോലെ തന്നെ 3 തരം ആൾക്കാരെ ഇവിടെ നമുക്ക് പരിചയപ്പെടുത്തി തരികയാണ്. And when we come to verse 9, we are introduced to 3 different kinds of people. വെളിച്ചത്തിൽ ഇരിക്കുന്നു എന്ന് പറയുകയും സഹോദരനെ വെറുക്കുകയും ചെയ്യുന്നവൻ ഇന്നുവരെ ഇരുട്ടിൽ ഇരിക്കുന്നു. The one who says he is in the light and hates his brother is in darkness until now. എന്നാൽ ആ സഹോദരനെ സ്നേഹിക്കുന്നവൻ വെളിച്ചത്തിൽ വസിക്കുന്നു, ഇടർച്ചയ്ക്ക് അവന് കാരണമില്ല. Verse 10 says, but he who loves his brother abides in the light, and there is no cause for stumbling in him. അതുകൊണ്ട് സഹോദരനെ സ്നേഹിക്കണം, ദൈവത്തെ അറിഞ്ഞിരിക്കുന്നു എന്നൊരുവൻ പറയുന്നുവെങ്കിൽ അവൻ സഹോദരനെ സ്നേഹിക്കണം. സഹോദരനെ സ്നേഹിക്കുന്നവന് അവന്റെ ജീവിതത്തിൽ ഇടർച്ച വരികയില്ല. So if one claims to know God, then he must love his brother, and if he loves his brother, it says that there shall be no stumbling in him. 11-ാം വാക്യം വായിക്കുകയാണ്, സഹോദരനെ വെറുക്കുന്നവനോ ഇരുട്ടിലിരിക്കുന്നു, ഇരുട്ടിൽ നടക്കുകയും ചെയ്യുന്നു, ഇരുട്ട് അവന്റെ കണ്ണ് കുരുടാക്കിയാൽ എവിടേക്ക് പോകുന്നു എന്ന് അവൻ അറിയുന്നില്ല. Verse 11 says, but he who hates his brother is in darkness and walks in darkness and does not know where he is going because the darkness has blinded his eyes. അപ്പോൾ സഹോദരനെ സ്നേഹിക്കാത്ത ഒരു മനുഷ്യനെ കുറിച്ച് ഇവിടെ പറയുന്നത് അവൻ അന്ധകാരത്തിൽ നടക്കുന്നവനാണ്, അവന്റെ കണ്ണ് കുരുടായി പോയിരിക്കുകയാണ്, അവൻ എങ്ങോട്ടാണ് പോകുന്നത് എന്ന് അവൻ അറിയാൻ മേലാതെ പോകുന്ന ഒരുവനാണ്. So the description given of a man who hates his brother is that he walks in darkness, he does not know where he is going, and he is blind in his eyes. അപ്പൊ ഇവിടെ നിന്ന് നമ്മളോട് പറയുന്ന കാര്യം എന്താണ്? സഹോദരനെ നാം നമ്മുടെ കർത്താവ് സ്നേഹിച്ച ആ സ്നേഹം കൊണ്ട് സ്നേഹിക്കണം. So what is the instruction that is being given to us here is that we should love our brother with the same love with which the Lord loved us. ദൈവത്തെ നാം സ്നേഹിക്കുന്നുവെങ്കിൽ ദൈവത്തിന്റെ കൽപ്പന നമ്മൾ പ്രമാണിക്കണം. If we know God, then we should keep his commandments. ദൈവത്തിന്റെ കൽപ്പനകള് നമ്മൾ അനുസരിച്ച് ദൈവവുമായിട്ടുള്ള ആ സ്നേഹബന്ധത്തിൽ നമ്മൾ പോയി അവൻ നടക്കുന്നത് പോലെ നമ്മൾ നടക്കണം. Let that be a challenge in our life. And the standard of keeping his commandment is to walk as he walked, and that should be a challenge in our lives. രണ്ടാമത്, ഈ വെളിച്ചത്തിൽ നടക്കുന്നവനെ പോലെ ദൈവത്തെ അറിഞ്ഞിരിക്കുന്നവൻ ആയിരിക്കണം. അവനിൽ ഇരുട്ടൊട്ടുമില്ല. ദൈവം നമുക്ക് കാണിച്ചു തന്ന ആ സ്നേഹത്തിൽ അവനെ സ്നേഹിക്കുവാനായിട്ട് നമുക്ക് കഴിയണം. And secondly, one who knows God should walk in light and not in darkness, and he should love his brother as the Lord has loved us. 12 മുതലുള്ള വാക്യങ്ങൾ നാം വായിക്കുകയാണെങ്കിൽ, And if we go to read starting in verse 12, കുഞ്ഞുങ്ങളെ, നിങ്ങൾക്ക് അവന്റെ നാമനിമിത്തം പാപങ്ങൾ മോചിച്ചിരിക്കയാൽ ഞാൻ നിങ്ങൾക്ക് എഴുതുന്നു. I write to you, little children, because your sins are forgiven you for his name's sake. പിതാക്കന്മാരെ, ആദ്യം മുതലുള്ളവനെ നിങ്ങൾ അറിഞ്ഞിരിക്കയാൽ നിങ്ങൾക്ക് എഴുതുന്നു. I write to you, fathers, because you have known him who is from the beginning. ബാല്യക്കാരെ, നിങ്ങൾ ദുഷ്ടനെ ജയിച്ചിരിക്കയാൽ നിങ്ങൾക്ക് എഴുതുന്നു. I write to you, young men, because you have overcome the wicked one. ഇവിടെ ഈ ബാല്യക്കാരെ കുറിച്ചും കുഞ്ഞുങ്ങളെ കുറിച്ചും അതുപോലെ തന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ പിതാക്കന്മാരെ കുറിച്ചും മാത്രമേ പറയുന്നുള്ളൂ. Here there are 3 groups of people who are mentioned: children, young men, and fathers. സാധാരണ സഭകളിൽ നാം അറിയുന്ന പോലെ യുവാക്കളുണ്ട്, അതുപോലെ തന്നെ സ്ത്രീകളുണ്ട്. അവരെ ഒന്നും അഭിസംബോധന ചെയ്യുന്നതായിട്ട് നമ്മളിവിടെ കാണുന്നില്ല. But we don't see young people or women who you would see in a normal congregation being addressed here. അതുകൊണ്ട് സ്കോളേഴ്സ് പറയുന്നത് ഇത് അവരുടെ പ്രായത്തെ കുറിച്ചല്ല ഇവിടെ പറയുന്നത്, പിന്നെയോ സഭയിലുള്ള അവരുടെ ആത്മീയ പക്വതയെ കുറിച്ചാണ് ഇത് പറയുന്നത് എന്നാണ്. So scholars say that these designations therefore do not indicate how old they are, but in other words, how mature they are in their faith. അപ്പൊ കുഞ്ഞുങ്ങളെ, നിങ്ങൾക്ക് അവന്റെ നാമനിമിത്തം
നിങ്ങളുടെ പാപങ്ങൾ മോചിച്ചിരിക്കാൻ എന്ന് പറയുമ്പോൾ പുതുതായി രക്ഷിക്കപ്പെട്ടു വന്നവരെയാണ് അത് ഉദ്ദേശിക്കുന്നത്. So when we read of children, those are those whose sins are forgiven for his name's sake. Those are new believers who are recently saved. അവിടെ പറയുന്നതല്ല, നിങ്ങൾക്ക് അവന്റെ നാമനിമിത്തം പാപങ്ങൾ മോചിച്ചിരിക്കാൻ. It says that your sins are forgiven you for his name's sake. എന്റെ പ്രിയമുള്ളവരെ, അവന്റെ നാമനിമിത്തമാണ് നമ്മൾക്ക് നമ്മുടെ പാപം മോചിച്ചു കിട്ടുന്നത്. Beloved, it is because of his name's sake that our sins are forgiven. ദൈവം തന്റെ പുത്രനെ എത്രമാത്രം സ്നേഹിക്കുന്നു. How much does the Father love his son? എന്നാൽ നമ്മളെ പോലെയുള്ള ഒരുവൻ നമ്മുടെ ആശ്രയം ഈ കർത്താവിൽ വെക്കുമ്പോൾ പിതാവായ ദൈവം നമ്മളെയും സ്നേഹിക്കുകയാണ്. But when we put our trust in the Lord Jesus Christ, the Father loves us the same way. അതുകൊണ്ട് കർത്താവിന്റെ നാമനിമിത്തം, ആ നാമനിമിത്തമാണ് ഈ വലിയവനായിട്ടുള്ള ദൈവം ഈ പാവി അല്ലെങ്കിൽ ഏഴയായ എന്നെ അറിയുന്നത്. So it is for his name's sake that the great God of heaven knows this sinner who is me. എന്റെ പ്രിയമുള്ളവരെ, എത്ര ഭാഗ്യമുള്ളവരാണ് നമ്മൾ. Beloved, how blessed are we. ഒരു തരത്തിലും ദൈവത്തിന്റെ സന്നിധിയിൽ അടുത്ത് ചെല്ലുവാൻ കഴിയാതിരുന്ന നമ്മൾക്ക് ദൈവത്തിന്റെ സന്നിധിയിൽ ചെന്ന് അബ്ബാ പിതാവേ എന്ന് വിളിക്കുവാനായിട്ടുള്ള ആ പുത്ര സ്വീകാര്യം ഈ ക്രിസ്തുവേശുവിലൂടെയാണ്. ഇൻ ഹിസ് നെയിം സേക്ക്, അവന്റെ നാമനിമിത്തമാണ് നമ്മൾക്ക് ലഭിച്ചിരിക്കുന്നത് എന്ന് ഓർക്കുമ്പോൾ ആ കർത്താവിനെ അല്ലെങ്കിൽ കർത്താവിൽ നമ്മൾ എത്രമാത്രം സ്തുതിച്ച് മഹത്വപ്പെടുത്തേണ്ടവരാണ്. The ones who had no right to go to his presence have received access to his very presence, and it is by his name's sake that we have received that, and that should draw us to worship and gratitude. 13-ാം വാക്യത്തിലേക്ക് കടക്കുമ്പോൾ, കുഞ്ഞുങ്ങളെ നിങ്ങൾ പിതാവിനെ അറിഞ്ഞിരിക്കയാൽ ഞാൻ നിങ്ങൾക്ക് എഴുതിയിരിക്കുന്നു. Then verse 13 says, I write to you fathers because you have known him who is from the beginning. അവിടെ കണ്ടോ, ആ ടെൻസിന് ഒരു മാറ്റമുണ്ട്. ആദ്യം എന്താണ് പറയുന്നത്? ഞാൻ നിങ്ങൾക്ക് എഴുതുന്നു. എന്നാൽ ഇവിടെ വരുമ്പോൾ ഞാൻ നിങ്ങൾക്ക് എഴുതിയിരിക്കുന്നു. അതിന്റെ അർത്ഥം ഈ നമ്മളുടെ ദൈവത്തെ അറിഞ്ഞിരിക്കുന്ന ഒരുവന്റെ ക്രിസ്തീയ ജീവിതം ആത്മീയമായിട്ടുള്ള വർധനവ് ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. So the message that's being communicated there is that the one who knows God should have a life of spiritual progression. അതെങ്ങനെയാണ് നമ്മൾക്ക് ആത്മീയമായിട്ട് വർദ്ധിക്കുവാനായിട്ട് കഴിയുന്നത്? How can we grow spiritually in that manner? ആ 14-ാം വാക്യം ഒന്ന് നോക്കിയേ. ബാല്യക്കാരെ, നിങ്ങൾ ശക്തരാകിയാലും ദൈവവചനം നിങ്ങൾ വസിക്കിയാലും നിങ്ങൾ ദുഷ്ടനെ ജയിച്ചിരിക്കാലും ഞാൻ നിങ്ങൾക്ക് എഴുതിയിരിക്കുന്നു. How is that spiritual progression seen that we see in verse 14? Because you have known him who is from the beginning, and it says you are strong, the word of God abides in you, and you have overcome the wicked one. ദൈവവചനം നിങ്ങളിൽ വസിക്കുന്നു. The word of God dwells in you. ദൈവവചനമാണ് നമ്മൾക്ക് രക്ഷിക്കപ്പെട്ടവർക്ക്, ദൈവത്തെ അറിയുന്നവർക്ക് ആത്മീയമായിട്ട് വളരുവാനായിട്ട് പ്രചോദനമായി തീരുന്നത്. It is the word of God that's an inspiration for those of us who are saved to grow spiritually. പ്രിയമുള്ളവരെ, ഈ പുൾപിറ്റിൽ നിന്ന് നമ്മൾ സാധാരണ കേൾക്കാറുള്ളത് ഇത് തന്നെയാണ്. ദൈവവചനത്തിന് മുമ്പാകെ നമ്മൾ കൂടുതൽ സമയം ഇരിക്കണം, ദൈവത്തിന്റെ സന്നിധിയിൽ കൂടുതൽ ധ്യാനിക്കണം. ശരിയാണ്, കാരണം അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ആത്മീയമായിട്ട് വളരുവാനായിട്ട് കഴിയുകയുള്ളൂ. Beloved, this is the consistent message that we hear from this pulpit, is that we should meditate on the word of God and we should study the word of God, and that is true because it is only through meditating on the Lord's on God's word that we would have spiritual growth. പിന്നെ അവിടെ പറയുന്നത് നിങ്ങൾ ദുഷ്ടനെ ജയിച്ചിരിക്കാലും. And then it says you have overcome the wicked one. നാം ഈ ദുഷ്ടന്റെ കാര്യം ഒരിക്കലും മറക്കുവാൻ പാടില്ല. We should never forget the wicked one. എത്ര സമാധാനത്തോടു കൂടി നമ്മൾ ജീവിക്കുന്ന ഇടത്ത് കലഹമുണ്ടാക്കുവാനായിട്ട് ഈ ദുഷ്ടൻ, ഈ സാത്താൻ ഉണ്ടായിരിക്കും. Because the wicked one is diligently seeking to make problems in places where we live peaceably. പ്രിയമുള്ളവരെ, നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല. Beloved, our fight is not against flesh and blood. നമുക്ക് ആരോട്, ഈ ഭൂമിയിലുള്ള ആരോടും ഒരു പോരാട്ടവുമില്ല. എല്ലാവരോടും സ്നേഹവും സന്തോഷവും സഹകരണവും മാത്രമേ ഉള്ളൂ. We only have love and cooperation and we seek to get along with everyone. എന്നാൽ ഈ ദുഷ്ടനാണ് എല്ലായിടത്തും പ്രശ്നങ്ങൾ ഉണ്ടാക്കുവാനായിട്ട് കടന്നു വരുന്നത്. But it is the wicked one who comes to create problems everywhere. എപ്പോഴും ആ ഒരു കാര്യം നമ്മൾ ഓർത്തിരിക്കണം. We should always have that in our mind. ആ ദുഷ്ടനെ നമ്മൾ മാറ്റി നിർത്തണം. And that wicked one we should
keep away. ഇവിടെ അങ്ങനെയാണ് പറയുന്നത്, നിങ്ങൾ ദുഷ്ടനെ ജയിച്ചിരിക്കയാൽ. And it says, you have overcome the wicked one. അതുകൊണ്ട് ഈ സാത്താന്റെ പ്രവർത്തനമാണ് ഇത് എന്ന് മനസ്സിലാക്കി അവനെ നമ്മൾ മാറ്റി നിർത്തി നമ്മുടെ ഐക്യത്തിലും സ്നേഹത്തിലും നമ്മൾ മുന്നോട്ട് തന്നെ പോകേണ്ടവരാണ്. So we should understand that it is the work of the wicked one and keep him away and go forward in unity and love. അപ്പൊ നാലാമത്, ദൈവത്തെ അറിഞ്ഞിരിക്കുന്നു എന്ന് പറയുന്നവന് എന്നായിരിക്കണം? അവന് ലോകത്തെ സ്നേഹിക്കുവാൻ പാടില്ല. Fourthly, the one who knows God should not love the world. 16-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത്, ജഡമോഹം, കൺമോഹം, ജീവനത്തിന്റെ പ്രതാപം, ഇങ്ങനെ ലോകത്തിലുള്ളതെല്ലാം പിതാവിൽ നിന്നല്ല ലോകത്തിൽ നിന്നാകുന്നു വരുന്നത്. It says in verse 15, do not love the world or the things in this world. If anyone loves the world, the love of the Father is not in him. The next verse. For all that is in the world, the lust of the flesh, the lust of the eyes, and the pride of life is not of the Father, but is of the world. ഇതിനെക്കുറിച്ച് കൂടുതൽ പറയേണ്ട കാര്യമില്ല. We don't need to describe this. ജഡമോഹം, കൺമോഹം, ജീവനത്തിന്റെ പ്രതാപം, അതാണ് എല്ലാം. The lust of the flesh, the lust of the eyes, the pride of life, that is everything. അത് ഇവിടെ പറയുന്നത് ദൈവത്തിൽ നിന്നല്ല വരുന്നത്, അത് ലോകത്തിൽ നിന്നാണ് വരുന്നത്. And that comes not from God, but from this world. അതുകൊണ്ട് എന്റെ ദൈവത്തിൽ വിശ്വസിക്കുന്ന അല്ലെങ്കിൽ ദൈവത്തിൽ അറിഞ്ഞിരിക്കുന്ന പ്രിയനെ, നീ ഈ ലോകവുമായിട്ടുള്ള സമ്പർക്കത്തിൽ നിൽക്കുവാനായിട്ട് പാടില്ല. So John says, ഈ ലോകത്തെ സ്നേഹിക്കുവാൻ പാടില്ല. Oh, beloved one who has known God, you should not love the world. ലോകവും അതിന്റെ മോഹവും ഒഴിഞ്ഞു പോകുന്നു, ദൈവേഷ്ടം ചെയ്യുന്നവനോ എന്നേക്കും ജീവിക്കും. Because the world is passing away and the lust of it, but he who does the will of God abides forever. ദൈവേഷ്ടം ചെയ്യുവാനായിട്ടുള്ള ഒരു ആഹ്വാനം നമ്മളിവിടെ കാണുകയാണ്. So here we see an invitation to do the will of God. അപ്പൊ 7 കാര്യങ്ങൾ പറഞ്ഞതിൽ 4 കാര്യങ്ങൾ നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞു, 3 മുതൽ 17 വരെയുള്ള വാക്യങ്ങൾ. So we covered from verse 3 to verse 17, and in doing that we have covered 4 things out of 7 things that we mentioned. ദൈവത്തെ ഞാൻ അറിഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞാൽ, If we know God, ഞാൻ ദൈവത്തിന്റെ കൽപ്പന അനുസരിക്കണം. then we will keep the commandments of God. ദൈവത്തിന്റെ കൽപ്പനയോ തന്റെ പുത്രനായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുക എന്നത്രേ. And this is the commandment of God, that we believe in his son the Lord Jesus Christ. കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവൻ അവൻ നടക്കുന്നതുപോലെ അവൻ നടന്നതുപോലെ നടക്കേണ്ടതാകുന്നു. And the one who believes in the Lord Jesus Christ should walk as he walked. രണ്ടാമത്, ദൈവത്തെ അറിഞ്ഞിരിക്കുന്നു എന്നുള്ളവൻ കർത്താവ് സ്നേഹിച്ചതുപോലെയുള്ള ഒരു സ്നേഹം കൂട്ടുകാരനെ സ്നേഹിക്കുവാനായിട്ട് പിന്തുടരേണ്ടതാണ്. Secondly, the one who has known God should love his brother with the love that the Lord has loved us with. മൂന്നാമത്, ദൈവത്തെ അറിഞ്ഞിരിക്കുന്നു എന്ന് പറയുന്നവൻ അവൻ വേദപുസ്തകത്തിന്റെ അല്ല ദൈവവചനം അവനിൽ വസിക്കണം, അവൻ ആത്മീയമായി വളർച്ചയുള്ളവനായിരിക്കണം. Thirdly, the one who has known God should have the word of God dwell in him such that he would spiritually grow every day. നാലാമതായിട്ട്, ദൈവത്തെ അറിഞ്ഞിരിക്കുന്ന ഒരുവൻ അവൻ ലോകത്തെ സ്നേഹിക്കുന്നവനായിരിക്കരുത്, അവൻ ദൈവേഷ്ടം ചെയ്യുന്നവനായിരിക്കും. And fourthly, the one who knows God should not be one who loves the world but loves God. ദൈവം അനുവദിക്കുന്നുവെങ്കിൽ തുടർന്ന് വരുന്ന ദിവസങ്ങളിൽ അടുത്ത 3 പോയിന്റ് കൂടി നമുക്ക് ചിന്തിക്കാവുന്നതാണ്. If God allows, we will cover the remaining 3 points in another session. പ്രിയമുള്ളവരെ, ഈ യോഹന്നാന്റെ 1-ാമത്തെ ലേഖനം അത് പഠിക്കാൻ വളരെ പ്രയാസമായിട്ടാണ് എനിക്ക് അനുഭവപ്പെട്ടത്. Beloved, I feel like this epistle of 1 John is very difficult for us to understand. എത്ര വായിച്ചെന്ന് പറഞ്ഞാലും വീണ്ടും അത് മനസ്സിൽ നിൽക്കുന്നില്ല. ഒത്തിരി കാര്യങ്ങൾ അതിന്റെ ഇടയിൽ കൂടെ കയറി വരികയാണ്. There are so many things mentioned, so it is very hard to remember these things that are. അതുകൊണ്ടാണ് പഠിക്കുവാനായിട്ട് ഈ ഒരു രീതി ഞാൻ എടുത്തത്. That is why I took this approach to learn this epistle. അപ്പോൾ ഇവിടെ ആകുമ്പോൾ അവിടെ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെ നമ്മൾക്ക് അതായത് അവിടെ ഒരു മനുഷ്യന് 3 സ്വഭാവം, അങ്ങനെ ആ രീതിയിലൊക്കെയും ചിന്തിക്കുമ്പോൾ നമ്മൾക്ക് മനസ്സിലാവുകയും നമ്മൾക്ക് ആ കാര്യങ്ങളെ ഉൾക്കൊള്ളുവാനും എനിക്ക് കഴിഞ്ഞു. അത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ. So when I took this approach and listed all these different points, I was able to understand these things, and I'm just sharing what I understood and learned with you all. അതുകൊണ്ട് ഈ പഠനം തുടർന്ന് നമ്മൾ ഈ പഠനത്തിൽ മുന്നോട്ട് പോവുകയാണെങ്കിൽ ഈ പഠനം നിങ്ങൾക്കൊക്കെയും അനുഗ്രഹകരമായി തീരട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുകയും ദൈവത്തോട് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. So as we continue this study, I desire and I trust that this would be a blessing to each one of you. നമുക്ക് തുടർന്ന് പ്രാർത്ഥനയ്ക്കുള്ള സമയമാണ്. നമുക്ക് പ്രാർത്ഥിച്ച് ഇത് അവസാനിപ്പിക്കുക. അതിനുശേഷം നമ്മൾക്ക് ഗ്രൂപ്പുകളായിട്ട് ചേർന്ന് നമുക്ക് സാധാരണ ചെയ്യുന്നത് പോലെയുള്ള പ്രാർത്ഥന
ദൈവത്തിൻ്റെ സന്നിധിയിൽ നമുക്ക് അർപ്പിക്കാം. പ്രാർത്ഥിക്കില്ലേ?